സംതൃപ്തി ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവരെ ചൊല്ലി നമുക്ക് ദുഃഖം ഉണ്ടെങ്കിലും അവർ വലിയ സന്തോഷം ഉള്ള ആളുകളാണ്. അവർക്ക് ഇനി ദുഃഖം ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് ഖുർആൻ നിരന്തരം പറയുന്നു. ഒറ്റൊരു കാര്യം കൂടി, ഈ ഗാസയിലെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ഫേസ്ബുക്കിലൊക്കെ ഇവർ കൊണ്ടുവരാറുണ്ട്. ഇതിൽ പഴയ ഒരു സിറിയൻ ബാലനുണ്ടല്ലോ, ഐമൻ കുർദി, ഒരു കമിഴ്ന്ന് വീണ് ഒരു അഭയാർത്ഥി. ആ ചിത്രമൊക്കെ ഒരുപാട് കൊല്ലങ്ങളോളം ഓടിയ ചിത്രമാണ്. പക്ഷേ സ്വർഗത്തിലെ വോളണ്ടിയേഴ്സ് ആണെന്നാണ് ഖുർആൻ അവരെക്കുറിച്ച് പറയുന്നത്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിക് വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ വഹൂറുൻ ഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂന ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ യതൂഫു അലൈഹിം വിൽദാനുൻ എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ അടുത്ത വാക്ക് പ്രയോഗിക്കുന്നു. നോക്കൂ, മുഖല്ലദൂൻ, ഒരിക്കൽ മരിച്ച് ഇനി മരിക്കാത്ത. എത്ര കൃത്യമാണ് ആ വേർഡ്! ഒരിക്കൽ മരിച്ചു ഇനി മരിക്കാത്ത മുഖല്ലദീങ്ങളായിട്ടുള്ള കുട്ടികളാണ് സ്വർഗത്തിലെ വോളണ്ടിയേഴ്സ് എന്ന് പരിശുദ്ധ ഖുർആൻ. സ്കൂളിലെയും കോളേജിലെയും പുസ്തകങ്ങളിൽ മാത്രമാണുള്ളത്. ക്രിസ്തബ്ദ 570 മുഹമ്മദ് ജനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. 610 ആഗസ്റ്റ് മാസം അല്ല ജൂൺ മാസം 8-ാം തീയതി പ്രവാചകനായി. അവിടെ നിന്നാണ് ഇസ്ലാമിൻ്റെ സ്റ്റാർട്ടിങ്. നമ്മൾ പറയുന്നത് എന്താ അറിയോ? മാസിവൽ ബാരി, അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നൈസർഗികമായ ഫിതരിയായ താളമാണ് ഇസ്ലാം. ഇപ്പം ഈ പീഠവും ഈ മൈക്കും ഇപ്പോൾ യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്, ഇതൊക്കെ ഇപ്പോൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കാറ്റടിക്കുന്നതിനെക്കുറിച്ച് ഷാ വലിയുല്ലാഹി ദഹലവി പറഞ്ഞു, പ്രപഞ്ചത്തിൽ എന്തുണ്ടെങ്കിലും 2 ഇല്ലത്തുണ്ടാകും. ഒന്ന് ഇല്ലത്ത് മാദിയ, ഒന്ന് ഇല്ലത്ത് റൂഹിയ. ഒന്ന് ഭൗതികമായ കാരണം, ഒന്ന് ആത്മീകമായ കാരണം. ഭൗതികമായ കാരണമാണ് നമ്മൾ സയൻസിൽ പഠിക്കുന്ന വേർ ദർ ഇസ് ആൻ ആക്ഷൻ ദർ ബി ഈക്വൽ ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ജഡത്വ നിയമം, ന്യൂട്ടൻ്റെ. അതേസമയം ആത്മീകമായ കാരണം നമ്മൾ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ഒക്കെ സലാത്ത് ചെല്ലുമ്പോൾ അല്ലെ ദിക്ർ ചെല്ലുമ്പോൾ സിമെൻ്റ് ഇട്ട തറ പോലെ ചെല്ലൂലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചെല്ലാൻ കഴിയില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും, ഒരു 50-100 ആവുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവും. കാരണം അത് താളം പിടിക്കുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ തസ്ബീഹിൽ താളം പിടിക്കുമ്പോഴാണ് പ്രകൃതിയിൽ പ്രാതിഭാസികമായ ചലനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഷാ വലിയുല്ലാഹി ദഹലവി. ഒക്കെ മുസ്ലിങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ പ്രവാചകൻ മനുഷ്യൻ മുതൽ ഇസ്ലാം ആരംഭിക്കുന്നു. കന്നുകാലികൾക്ക് ഇസ്ലാമുണ്ട്, പരമാണുക്കൾക്ക് ഇസ്ലാമുണ്ട്. തരുവാകട്ടെ, താരമാകട്ടെ, കണമാകട്ടെ, കണികയാകട്ടെ, വസ്തുവാകട്ടെ, വസ്തുതയാകട്ടെ, ചെറുതാവട്ടെ, വലുതാകട്ടെ, മൈക്രോ ആകട്ടെ, മാക്രോ ആവട്ടെ, എല്ലാം യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് വണങ്ങി തൗഹീദിൽ ജീവിക്കുന്ന പദാർത്ഥങ്ങൾ മാത്രമാണ്. ഈ ചോദ്യത്തിന് ഒരു കുറച്ച് സമയം കൂടി എക്സ്ട്രാ എടുക്കട്ടെ. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് ചർച്ചയായൊരു രംഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെയും ഇതാണ് അതിൻ്റെ ഒരു മൻഹജ്. അതായത് മേപ്പാടിയിൽ ഉരുൾപൊട്ടുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വന്നല്ലോ. അള്ളാഹു എവിടെയായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ ഈ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനുഷ്യരുടെ, കന്നുകാലികളുടെ, ഉറുമ്പിൻ്റെ, കൂറയുടെ, പാറ്റയുടെ, അണ്ണാൻ്റെ, പ്രാപ്പിടിയൻ്റെ, മൈനയുടെ, കുരുവിയുടെ, ചെമ്പോത്തിൻ്റെ, എല്ലാത്തിൻ്റെയും റബ്ബാണ് അള്ളാഹു. അപ്പോൾ മേപ്പാടിയിലാകട്ടെ, ഗാസയിലാകട്ടെ, എവിടെയോ ആകട്ടെ, മനുഷ്യർക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ അതിൻ്റെ തക്കതായ പ്രതിഫലവും കൂലിയും മരണാനന്തരം അള്ളാഹു കൊടുക്കുന്നു എന്നുള്ളതുപോലെ വേറെ ഒരുപാട് ജീവികൾക്ക് അവിടെ അനുഗ്രഹവും കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ അഹ്ലുസുന്ന നമ്മെ പഠിപ്പിക്കുന്ന ഒരു മൻഹജ്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഇപ്പോൾ ഉരുൾപൊട്ടി വീടുകൾ ഒലിച്ചു പോവുകയാണ്. അള്ളാഹു കാക്കട്ടെ. ആ സമയത്ത് അള്ളാഹുവെ കാക്കണേ, വീട് പോവുകയാണല്ലോ, നാട് പോവുകയാണല്ലോ എന്ന് മനുഷ്യർ കരയുമ്പോൾ, നാം കരയുമ്പോൾ, നിസ്സഹായരായി വിലപിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു പൂച്ചയുണ്ടാകും. ആ പൂച്ച ഉരുൾപൊട്ടലിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബുൽ ആലമീൻ, പൂച്ചയുടെയും റബ്ബാണ് അള്ളാഹു. എന്താണ് ദുആ? എനിക്ക് ഗർഭമാണ് റബ്ബേ. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. പൂച്ചക്കുണ്ടല്ലോ, ഈച്ചക്കുണ്ടല്ലോ. തൊട്ട് മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബുൽ ആലമീൻ, പൂച്ചയുടെയും റബ്ബാണ് അള്ളാഹു. എന്താണ് ദുആ? എനിക്ക് ഗർഭമാണ് റബ്ബേ. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. പൂച്ചക്കുണ്ടല്ലോ, ഈച്ചക്കുണ്ടല്ലോ. ഞാൻ ഏത് വീട്ടിലും പ്രസവിക്കാൻ പോയപ്പോൾ കർക്കിടത്തിലെ തോരാ മഴയാണ്. വീട്ടിൽ നിന്നൊക്കെ എന്നെ തൊഴിച്ച് തെറിപ്പിക്കുകയാണ്. എനിക്ക് സമാധാനത്തോടെ സ്വസ്ഥമായി പ്രസവിക്കാൻ
നീ ഒരു അഭയം തരണമേ തമ്പുരാനെ എന്ന് പൂച്ചയും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. പൂച്ചക്കൊരു വീട് വേണം. പൂച്ചക്ക് പേറുന്നേവുണ്ട്. ശക്തമായ മഴയാണ്. ഒരു വീട്ടിൽ കയറിയപ്പോൾ ഗൃഹനാഥൻ തൊഴിച്ചു തെറിപ്പിച്ചു. പൂച്ചക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ വീട് തകർന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൂച്ചക്ക് സുഖപ്രസവം. മനുഷ്യനെ വിലപിച്ചോടുമ്പോൾ, ഉരുൾപൊട്ടുന്ന സമയത്ത് വീട് പൊളിഞ്ഞ് വീട് കിട്ടുമ്പോൾ പൂച്ചയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും അൽഹംദുലില്ലാ. രണ്ടും കാണുന്ന ശക്തനായ അള്ളാഹുവിൻ്റെ പേരാണ് സർവശക്തനായ അള്ളാഹു. മലയുടെയും നാഥൻ ഇന്നാ അറദ്നൽ അമാനത അല സമാവാതി വൽ അർദ് വൽ ജിബാൽ വഅബൈന അൻ യഹ്മിലഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന വലൂമൻ ജഹൂല. നമ്മൾ മൂത്രമൊഴിക്കാൻ കഴിയാതായാൽ, അള്ളാഹു കാക്കട്ടെ, നമുക്ക് ഭയങ്കര വയറിനൊക്കെ അസ്വസ്ഥതയല്ലേ, വയറിൽ ഓവർ നീരായി ശ്വാസം മുട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ മലയുടെ വയറ്റിൽ മലക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയും നീര് വന്നപ്പോൾ മലയുടെ ഭാഷയിൽ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, കൈച്ചലാക്കി തരണമേ തമ്പുരാനെ. മലക്ക് പൊട്ടാൻ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു. ഉരുൾപൊട്ടി മനുഷ്യൻ ഓടുമ്പോൾ മലയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാകും അൽഹംദുലില്ലാ, എനിക്ക് ശ്വാസം പെടാൻ പറ്റിയല്ലോ. ഇത് രണ്ടും നിയന്ത്രിക്കുന്നവന്റെ പേരാണ് റബ്ബുൽ ആലമീൻ. ഐഷ്കാലി ആ ചോദ്യം കുറക്കണം. ഓക്കെ, അതിന് ശേഷമുള്ളതല്ലേ പറയുന്നത്. അതിന് ശേഷമുള്ളത് ഇപ്പോൾ ഞാൻ ചോദ്യം ഞാൻ തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ അള്ളാഹു കഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അല്ല, ഞാൻ അദ്ദേഹത്തെ അല്ലേ നമ്മൾ സൗഹൃദത്തോടെ പറയാണ്. പൊതുവെ അങ്ങനെ പറയുമ്പോൾ അടുത്ത ചോദ്യം എന്തായാലും വരണമല്ലോ. പക്ഷേ ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, അള്ളാഹു നമ്മളെയും അവരെയും സ്വർഗത്തിലാക്കട്ടെ. ശുഹദാക്കളായി മരണപ്പെട്ട ഗാസയിലെയോ യമനിലെയോ മേപ്പാടിയിലെയോ നിലവിൽ സ്വർഗത്തിൽ കഴിയുന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളോട് ഒരു ചോദ്യം. എന്താ ചോദ്യം? നിങ്ങൾ ഇനി ദുനിയാവിലേക്ക് മടങ്ങി വരുന്നോ, ഇനി അതല്ല സ്വർഗത്തിൽ തന്നെ പാർക്കുന്നോ? മേപ്പാടിയിലെ കുഞ്ഞുങ്ങൾ എന്താ പറയാ? ഞങ്ങളിനി വയനാട്ടിലേക്ക് ഇല്ല, മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്ത. അൻവർക്ക, ഞാൻ നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുകയല്ലേ, നമുക്ക് വരും അതൊക്കെ. ഞങ്ങളിനി കേരളത്തിലേക്കേ ഇല്ല, ദുനിയാവിലേക്കേ ഇല്ല, ഞങ്ങൾക്കിവിടെ സ്വർഗം മതി എന്നല്ലേ പറയുള്ളൂ. അപ്പൊ നിലവിൽ അവർ സംതൃപ്തരാണ് സ്വർഗത്തിൽ. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഏതെങ്കിലും ഒരു മനുഷ്യനോട് അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടമാണെങ്കിൽ ഇബ്തലാഹു ബിമറളിൻ, അള്ളാഹു വലിയ രോഗം കൊടുക്കും, പരീക്ഷണം കൊടുക്കുന്നതാണ്. പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ്. അവിടെ ഹജ്ജിന് പോയപ്പോ പാലക്കാട്ടുകാരി മുഅ്മിന, കുറച്ച് മുമ്പാണ്, ഈ കോവിഡിന്റെ ആ ഒരു സമയത്ത് മക്കയിൽ നവീകരണ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ക്രെയിൻ തലയിൽ വീണു. അന്ന് EA ജബ്ബാറിനൊക്കെ ഫേസ്ബുക്കിൽ വലിയ പെരുന്നാളായിരുന്നു. എന്തേ പെരുന്നാൾ? സ്വന്തം അതിഥിയെ സ്വീകരിക്കാൻ പോലും കഴിവില്ലാത്ത അള്ളാഹു എവിടെ? ആര് പറഞ്ഞു? മുഅ്മിനയോട് അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടമാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ്ടേ, മരിക്കണ്ടേ, മരിക്കാൻ കാരണം വേണ്ടേ? ക്രെയിൻ തലയിൽ വീഴുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് മുഅ്മിനയോട് ചോദിച്ചാൽ, മുഅ്മിന മോളെ, നീ പാലക്കാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, ഇവിടെ പാർക്കുന്നുവോ? ഓപ്ഷൻ ചോയ്സ്. മുഅ്മിന പറയും, എനിക്ക് സ്വർഗം മതി. ആർക്കാ അവിടെ പ്രശ്നം? ഇത് ഞാൻ എന്റെ വക ഉണ്ടാക്കുകയാണോ? അല്ല. നമ്മളിപ്പോ ഒരുപക്ഷെ ഇന്നും നമ്മൾ ഓതിയ ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. യാസീന്റെ ആ ഭാഗം പറയുന്നുണ്ടല്ലോ, അന്താക്കിയയിലേക്ക് ദഅവത്തിന് പോയ ഈസാ അലൈഹിസ്സലാമിന്റെ ഹവാരിയങ്ങളിൽപ്പെട്ട ഹബീബ് നജ്ജാർ, അദ്ദേഹത്തെ ആളുകൾ എറിഞ്ഞു കൊല്ലുകയാണ്. ഞാൻ കഥ പറയുകയല്ല, എറിഞ്ഞു കൊല്ലുകയാണ്. എറിഞ്ഞു കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് ഏറി കിട്ടിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്നു. ആഖിറത്തിൽ വെച്ച് ദുനിയാവിലുള്ളവരോട് സംസാരിച്ച പ്രഭാഷകനാണ് ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വർഗം കാണുന്നുണ്ട്, ദുനിയാവിൽ ആളുകൾ ഏറ് കൊള്ളുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? ഖീല ദഖുലിൽ ജന്ന, ഹബീബ് നജ്ജാറിനോട് പറയപ്പെട്ട സ്വർഗത്തിൽ കടന്നാലും എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുകയല്ല ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു. സ്വർഗം കാണുമ്പോൾ പറയുകയാണ്, എന്റെ ഈ പാവം വിവരം കെട്ട ഈ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എനിക്ക് സ്വർഗത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പദവി തന്ന അള്ളാഹു ഈ സംഭവം എനിക്ക് പദവി തന്ന കാര്യം ഇവരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന പോക്കിൽ കല്ലേറ് കൊള്ളുന്ന ഹബീബൻ നജാറിനോട് നിങ്ങൾക്ക് കല്ലേറിന്റെ വേദന മാറ്റി അന്താക്കിയയിലേക്ക് തിരിച്ചു പോകണോ, ഇനി അതല്ല ഈ കാണുന്ന സ്വർഗത്തിലേക്ക് പോകണോ എന്ന് ഹബീബ് നജാറിനോട് ചോദിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നില്ലേ എനിക്ക് സ്വർഗം മതിയെന്ന്. അള്ളാഹു ആരോടും അനീതി ചെയ്യുന്നില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു,